ഇന്ന് ഉച്ചയ്ക്ക് 1:30 കെ.എസ്.ആർ.ടി.സി ബസ് പുഴയിലേക്ക് വീണു. ഒരു മരണം. തിരുവമ്പാടിയിലാണ് ഈ സംഭവം. ആനക്കാംപൊയ്കയിൽ നിന്ന് തിരുവമ്പാടിക്ക് പോയ കെ.എസ്.ആർ.ടി.സി ബസ് വരുന്ന വഴി കാളിയാമ്പുഴയിലെ ഒരു ബ്രിഡ്ജ് കയറി അതിൻ്റെ സൈഡിൽ ഇടിച്ച് തല കുത്തി കാളിയാമ്പുഴയിൽ വീണതായിട്ടാണ് കാണുന്നത്. രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ മരിച്ചു. രാജേശ്വരി എന്ന 63-കാരി. ഓമശ്ശേരി ആശുപത്രിയിലെ 9 പേരെ കൊണ്ടുപോയി. അതിൽ ഒരാളാണ് രാജേശ്വരി എന്ന 63-കാരി. അവര് കണ്ടപ്പാൻകുടിയിലെ ഒരു സ്ത്രീയാണ്. എന്തായാലും കെ.എസ്.ആർ.ടി.സി ബസ് ആ നാട്ടുകാരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്, കാരണം മറ്റു ബസ്സുകൾ കുറവാണ്. അതുകൊണ്ട് ഈ 1:30 ഏകദേശം എല്ലാ സീറ്റിലും ആളുണ്ടെന്ന് പറയുന്നു. എങ്ങനെയായാലും ആ നിറഞ്ഞ ബസ്സിനകത്ത് സഞ്ചരിച്ചവർക്കാണ് ഈ അപകടം ഉണ്ടായത്. ഗുരുതരാവസ്ഥയിൽ 2 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഓമശ്ശേരി ആശുപത്രിയിലെ 9 പേരിൽ ഒരാളാണ് മരിച്ചത്. അതുപോലെ മുട്ട ആശുപത്രിയിൽ 2-3 പേരുണ്ട്. അതുപോലെ ലിഷി ആശുപത്രി, തിരുവമ്പാടി ലിഷി ആശുപത്രിയിൽ ഏകദേശം 15 പേരുള്ളുണ്ട്. എന്തായാലും ഗുരുതരാവസ്ഥയിൽ 3-4 പേരിപ്പം ഉണ്ട്. ബാക്കിയുള്ളവരെല്ലാം അവർക്ക് പരിക്കുകൾ അത്ര ഗുരുതരമല്ല, അവര് രക്ഷപ്പെട്ടു. ഇത് വയനാടിനെ നടുക്കിയ ഒരു ബസ് ആക്സിഡന്റ് ആണ്. ഉച്ചയ്ക്കാണ്. ഏതായാലും ബസ് പുഴയിലേക്ക് തലകുത്തി വീണപ്പം അവിടുത്തെ തൊട്ടടുത്ത് പണിക്കാർ ധാരാളം പേരുണ്ടായിരുന്നു. അതിനടുത്ത് 2 ക്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ക്രെയിൻ പെട്ടെന്ന് കടിപ്പിച്ച് ആ വെള്ളത്തിൽ തലകുത്തി കിടന്ന കെ.എസ്.ആർ.ടി.സി ബസ് പിന്നിലേക്ക് കരയിലോട്ട് വലിച്ചു അടുപ്പിക്കാൻ സാധിച്ചു. അതുകൊണ്ട് വെള്ളത്തിൽ മുങ്ങി അധികം പേരും മരിച്ചില്ല എന്ന് കരുതപ്പെടുന്നു. എങ്കിലും ബസ് മുഴുവനായിട്ട് നികർത്താനോ അല്ലെങ്കിൽ കരയിലോട്ട് മുഴുവനായിട്ട് കയറ്റിക്കൊണ്ടുവരാനോ ഈ 2 ക്രെയിൻ ഉണ്ടായിട്ട് സാധിച്ചില്ല. സമീപത്ത് ജോലി എടുത്തുകൊണ്ടിരുന്നതാണ് ഈ ക്രെയിൻ. അവിടുത്തെ ജീവനക്കാരും ഉണ്ടായിരുന്നു, തൊഴിലാളികളും ഉണ്ടായിരുന്നു. നാട്ടുകാർ പെട്ടെന്ന് ഇടപെട്ടുകൊണ്ടാണ് നമുക്ക് ഇത്രയും പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ഏതായാലും ഒരു JCB ഉണ്ടെങ്കിൽ ഈ കെ.എസ്.ആർ.ടി.സി ബസ്സിൽ കൃത്യമായിട്ട് കരയിലിട്ട് കൊണ്ടുവരാം എന്നാണ് കരുതുന്നത്. അവിടെ ലിൻഡോ എന്ന് പറഞ്ഞ ഒരാള് ഒരു ആംബുലൻസുമായിട്ട് പെട്ടെന്ന് വന്ന് 3 പേരെ, ഗുരുതരാവസ്ഥയിലുണ്ട 3 പേരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചു. ഏതായാലും ലിൻഡോയുടെ പ്രവർത്തനം നമുക്ക് അഭിനന്ദനാർഹമാണ്. ആ കൊണ്ടുപോയ 3 പേരിലാണ് ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ആനക്കാംപൊയ്കയിൽ നിന്ന് തിരുവമ്പാടിക്ക് പോയ ഈ ബസ് ആ കാളിയാമ്പുഴയിലെ കൈവരിയില്ലാത്ത ആ പാലത്തെ കൂടെ കടന്നപ്പോൾ അതിൻ്റെ സൈഡിൽ ഇടിച്ച് ബസ് തലകുത്തി പുഴയിലോട്ട് വീഴുകയായിരുന്നു. കുറച്ച് ഭാഗം കരയിലുണ്ടായിരുന്നു. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് നാട്ടുകാർക്കും അവിടുത്തെ പണിക്കാർക്കും JCB ഡ്രൈവർമാർക്കും ഒക്കെ രക്ഷാപ്രവർത്തനം ഏർപ്പെടാൻ സാധിച്ചു. എങ്കിലും കെ.എസ്.ആർ.ടി.സിയിലെ ഡ്രൈവർ ഇരുന്ന സീറ്റിന്റെ ആ ഭാഗമാണ് പുഴയിലേക്ക് കുത്തിയത്. ആ ഭാഗത്തിരുന്ന ഒരു സ്ത്രീ തന്നെയാണ് മരിച്ചത്. കെ.എസ്.ആർ.ടി.സി ഡ്രൈവറും കണ്ടക്ടറും ആശുപത്രിയിൽ പരിക്കേറ്റ് കിടക്കുകയാണ്. അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ ഇനി ആരെങ്കിലും വീണോ, തലകുത്തി വീണപ്പോൾ ആ ഗ്ലാസിന്റെ ഇടയിൽ കൂടെ പോയോ എന്നുള്ള കാര്യം അറിയില്ല. ഏതായാലും ഡ്രൈവറുടെ ഇരിക്കുന്ന ഭാഗത്ത് വെള്ളത്തിൽ മുങ്ങിയാണ് ഇപ്പം കിടക്കുന്നത്. അവിടെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നും അറിയില്ല. എത്ര പേര് കൃത്യമായിട്ട് ബസ്സിൽ ഉണ്ടായിരുന്നൊന്നും ഒന്നും വ്യക്തതയില്ല. എന്നാൽ ഒരു പെൺകൊച്ചു ആശുപത്രിയിൽ പോയി TV-ക്കാരെടുത്ത് പറഞ്ഞത് എല്ലാ സീറ്റിലും ആളുണ്ട്. അങ്ങനെയാണ് 10, 50, 60 പേരോളം ബസ്സിനകത്ത് ഉണ്ടായിരിക്കാം. ഇപ്പൊ ആശുപത്രിയിൽ എല്ലായിടത്തും കൂടെ പോയിരിക്കുന്ന ചിലർ പരിക്കേൽക്കാതെ രക്ഷയോടെ വീട്ടിൽ പോയിരിക്കാം. ആശുപത്രിയിൽ എല്ലാവരും എങ്ങനെയായാലും 10, 30, 40 പേരോളം ഉണ്ട്. എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ ഇനി ആളുണ്ടോ, അല്ലെങ്കിൽ ബസ്സിന്റെ മുൻവശം വെള്ളത്തിൽ താന്നു കിടക്കുന്ന ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നൊക്കെ ഏതായാലും ഫയർഫോഴ്സും പോലീസും അവര് മറ്റ് JCB ഒക്കെ കൊണ്ടുവന്ന് ആ ബസ് കരയിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ഇതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം കൃത്യമായ ഡ്രൈവിങ്
KSRTC ബസ്സുകാർ ചെയ്യണം. കാരണം ഇത് പല സ്ഥലങ്ങളിലും ഗ്രാമീണ പ്രദേശത്തിലൂടെ KSRTC ബസ് പോകുമ്പോൾ അത് വലിയ ബസ്സുകളൊന്നും ആ വഴി പോകാതിരിക്കുന്നതാണ് ഉത്തമം. നീളം കുറഞ്ഞ ബസ്സുകൾ പോകുന്നതാണ് നല്ലത്. രണ്ടാമത്, ഈ കൈവരി ഇല്ലാത്ത ഈ പാലം നമ്മുടെ റൂറൽ സൈഡുകളിൽ ഇന്നും ഉണ്ടെന്നുള്ളതാണ്. കുറച്ച് ആ പാലത്തിന്റെ അത് എത്ര നാൾ പഴക്കമുള്ള പാലമാണെന്നും ഒക്കെയുള്ള പ്രശ്നങ്ങൾ കിടക്കുന്നുള്ളൂ വേറെ. എങ്കിലും പൊതുവെ അപകടം ഉണ്ടാകുന്ന ഇതുപോലെയുള്ള പാലത്തെ അടിയന്തരമായിട്ട് ആ വഴി KSRTC ആ ബസ് സർവീസ് അല്ലെങ്കിൽ ഒരു ബസ്സും നടത്തരുത്. ലൈറ്റ് വാഹനങ്ങൾ മാത്രം വിടുക. അല്ലെങ്കിൽ ബസ് അവിടെ നിർത്തി ആൾക്കാരെ നടത്തി അക്കരെ വിട്ടിട്ട് ബസ് നീങ്ങുക. അങ്ങനെയൊക്കെയുള്ള പ്രിവെന്റീവായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. എന്തായാലും ഈ പാലം അല്പം അപകടാവസ്ഥയിലുള്ള പാലമാണ്, കൈവരിയില്ല. അതുകൊണ്ട് ബസ് സ്വല്പം മാറിക്കഴിഞ്ഞാൽ ആ പുഴയിലേക്ക് വീഴും. എന്തായാലും മുഴുവൻ ആൾക്കാരും പരിക്കുണ്ട്, എങ്കിലും ഗുരുതര പരിക്ക് കുറവാണ്. പലരെയും പെട്ടെന്ന് രക്ഷപ്പെടുത്തിയതുകൊണ്ട് നമുക്ക് മരണത്തിന് പലരെയും രക്ഷപ്പെടുത്താൻ പറ്റി. എങ്കിലും 2 പേര് ഗുരുതരാവസ്ഥയിലാണെന്ന് മനസ്സിലാകുന്നത്. ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും ചെയ്തു.